ജനുവരി മാസം 15-ാം തീയതി ക്രിസ്തു വർഷം 2024. ഇത് നമുക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്ന പുതുവത്സരമാണ് 2025. പലാരൂരും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനവുമായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആയ ദൈവത്തിൻ്റെ വചനവുമായി പ്രാണനെയും സദ്യമജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവത്തിൻ്റെ വചനവുമായി ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ വായു ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെപ്പോലെ പരിശുദ്ധൻ ഇല്ല, നീ അല്ലാതെ ഒരുത്തനും ഇല്ലല്ലോ. നമ്മുടെ ദൈവത്തെപ്പോലെ ഒരു പാറയും ഇല്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടുകയുമരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വന്തം ശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ ഇടി വെട്ടിക്കുന്നു. യഹോവ ഭൂവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷക്തൻ്റെ കൊമ്പ് ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവേ, ദൈവവും സൃഷ്ടാവുമായ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവവചന പഠനം പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. വർഷാരംഭം നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് തുടങ്ങിയല്ലോ. 90-ാം സങ്കീർത്തനം എൻ്റെ 2-ാം വാക്യമായിരുന്നു ഈ വർഷത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം. ദൈവം കർത്താവ് അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. ഇത് മോശയുടെ സങ്കീർത്തനമാണ്. മോശയുടെ ദൈവം, തിരുവചനത്തിലെ ദൈവം. BC 1500-ാം ആണ്ടിൽ മോശ പഴയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയതാണ്. 1500 BC എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് തിരുവചനത്തിൽ രേഖപ്പെടുത്തി. എങ്കിലും കർത്താവ് ദൈവം അനാദിയായും ശാശ്വതമായും പർവ്വതങ്ങളുണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുമ്പ് അവൻ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. എന്നാൽ ഇത് എഴുതപ്പെട്ടത്, മോശ ഇത് എഴുതിയത് മോവാബിൽ വെച്ച് 1500 BC എന്ന് ഞങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും ദൈവം നിത്യമായ ദൈവമാകുന്നു. എന്നാൽ ലോകചരിത്രം നാം പരിശോധിക്കുമ്പോൾ ലോകചരിത്രത്തിൽ അനേക ദൈവങ്ങളെ മനുഷ്യരുണ്ടാക്കി. അത് നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച പരിഗണിക്കുകയുണ്ടായി.
സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ബൈബിളിൻ്റെയും കൂടി ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് വ്യക്തിപരമായ ആവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് 3 വ്യക്തികളുടെ സാക്ഷ്യം നമുക്ക് പരിശോധിക്കാൻ പോവുകയാണ്. 3 സാക്ഷികളുടെ. 1 ഹന്ന, 2 ദാവീദ്, 3 ദാനിയേൽ. ഹന്നയിലൂടെ, അവളുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് നമ്മൾ 1 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. നമുക്കറിയാം, തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 1 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഹന്നയിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ ഓർത്ത് ഹന്ന പറയുകയാണ്, കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയവുമില്ല. ഹന്ന ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ഏറെ കാരണങ്ങളുണ്ട്. അത് നമ്മൾ അല്പമായിട്ടൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാം. ഹന്ന ജീവിച്ചിരുന്ന കാലഘട്ടം, അന്ന് ഇസ്രായേൽ ശീലോവിൽ ദൈവത്തെ നമസ്കരിക്കുകയും ശീലോവിൽ യാഗം കഴിക്കുന്നതും സ്ഥലമായിരുന്നു. പഴയ നിയമത്തിലെ ന്യായപ്രമാണമനുസരിച്ച് ദൈവം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ സ്ഥലം ശീലോവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഹന്ന ജീവിച്ചിരുന്നത്. ഏലി അന്ന് യഹോവയുടെ മന്ദിരത്തിലെ പുരോഹിതനായിരുന്നു. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്നയുടെ ഗർഭം യഹോവ അടച്ചിരുന്നു. ഹന്ന യഹോവയോട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ഉത്തരം ലഭിച്ചു. ഞാൻ ഇതെല്ലാം പറയാനുള്ള കാരണം, വേദപുസ്തകം ചരിത്ര പുസ്തകമാണ്. ചരിത്രത്തിലെ വ്യക്തികളിലൂടെ, ചരിത്രത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ, അതിലൂടെയും ദൈവം ആരാണ് എന്ന് കാണിച്ച് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്രം, വേദപുസ്തക ചരിത്രം, അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും അത് നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമാക്കി തീർക്കേണ്ടതും ആവശ്യമായിരുന്നു. അങ്ങനെ ഹന്ന യഹോവയോട് പ്രാർത്ഥിച്ചു. ഒരു മകനെ പ്രസവിച്ചു. ആ മകൻ്റെ പേരാണ് ശമൂവേൽ. ശമൂവേൽ എഴുതിയ ശമൂവേലിൻ്റെ 1 പുസ്തകവും 2 പുസ്തകവും നമുക്ക് നമ്മുടെ പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലെ സുപ്രസിദ്ധ പ്രവാചകനായിരുന്നു ശമൂവേൽ. എന്നാൽ ഇവിടെ ഹന്ന മച്ചിയായിരിക്കെ, അവളുടെ ഗർഭം അടഞ്ഞിരിക്കെ, അവൾ പ്രാർത്ഥിച്ച അത്ഭുതകരമായ രീതിയിൽ ദൈവം അവളുടെ ഗർഭപാത്രത്തെ തുറന്നു. അവർക്ക് സ്വാഭാവികമായിട്ട് എൽക്കാനയിൽ ഒരു കുഞ്ഞുണ്ടായി. അവൻ്റെ ദൈവത്തിന് വേണ്ടി ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുലകൊടി മാറിയതിന് ശേഷം സമർപ്പിക്കുകയാണ്. അത് നമുക്ക് 1 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളത് വായിച്ചാലും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യവും അതിനോട് ബന്ധപ്പെട്ട് ഈ ദൈവം ആരാണ് എന്നുള്ളതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഈ ഹന്നയോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ടുള്ള അവളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. അവൾ നിന്ന് അനുഭവിച്ചു. അവൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് യഹൂദ കുടുംബങ്ങളിലും മക്കളില്ലാതിരിക്കുക എന്നുള്ളത് അത് വളരെ അപമാനകരമായ, ക്ലേശകരമായ, ഒരുപാട് സങ്കടത്തിന് കാരണമായിരുന്നു. അവൾ നൊന്ത് പ്രാർത്ഥിച്ചു. ദൈവം അതിന് ഉത്തരം നൽകി. ഹന്ന എന്ന പോലെ വ്യക്തിപരമായി ദൈവം ഇടപെടുന്നു. ഇത് വളരെ നമ്മളെ ആശ്വസിപ്പിക്കേണ്ട ഒരു വാക്യമാണ്, ഒരു സംഭവമാണ്. ദൈവം വ്യക്തി ജീവിതങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്.
ജീവിക്കുന്ന ദൈവമാണ്, ചൈതന്യമുള്ള ദൈവമാണ്, അത്ഭുതങ്ങൾ കാണിക്കുന്ന ദൈവമാണ്. ആയതിനാൽ വ്യക്തിപരമായി നമുക്കും പരിശുദ്ധനും നിസ്തുല്യനുമായ ദൈവത്തിൽ വിശ്വസിക്കാം. ഹന്ന പറഞ്ഞതിനോടൊപ്പം നമുക്കും നീ അല്ലാതെ വേറെ ദൈവമില്ല, നീ മാത്രമേ ദൈവമുള്ളൂ. ഈ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട്, അപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ അത് വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം അത് അവരുടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അത് നമുക്ക് സ്വർണ്ണത്തൂലിക കൊണ്ട് എഴുതാൻ തക്കവണ്ണം ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ സംഭവിച്ച ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേറെ ഒരു ഭവനത്തിൻ്റെ ചരിത്രം നോക്കാം. ഭവനമാണ് ഇവിടെ. ഒന്ന് വ്യക്തിപരമായിട്ട് ഹന്നയുടെ കാര്യത്തിൽ. രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് ഒന്ന് ദാവീദ് എന്ന വ്യക്തി, ദാവീദിൻ്റെ ഭവനം, അവൻ്റെ കുടുംബം, അവൻ്റെ രാഷ്ട്രം. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഭാഗത്ത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ ഭവനത്തിനും ഇസ്രായേൽ ജനത്തിനും ദൈവം ഉടമ്പടിയായി ലഭിച്ചു. ദാവീദിൻ്റെ നിത്യസിംഹാസനം, ദാവീദ് നിത്യ കുടുംബം, നിത്യ രാജത്വം, ഇത് അവിടെ ദൈവം ഉടമ്പടിയായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. അതാണ് നമുക്ക് 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനത് മൊത്തമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആ മൊത്തം അധ്യായം അത് ദാവീദിനെക്കുറിച്ചുള്ള, ദാവീദുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ രേഖയാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ 20 മുതൽ 24 വരെ ഉള്ള അതിനോട് ബന്ധപ്പെട്ട് ഈ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ ദാവീദ് ദൈവത്തോട് പറയുന്ന കാര്യങ്ങളും അതും ദൈവവചനമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 1 മുതൽ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെ ദൈവം പ്രവാചകൻ മുഖാന്തരം, നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനോട് പറയുകയാണ്, ഒരു ഉടമ്പടി അവനോട് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദാവീദിൻ്റെ പ്രതികരണം നമുക്ക് കാണാം. 1 ദിനവൃത്താന്തങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ, യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. ഈ വർഷം നമ്മുടെ വിഷയം ഇതാണ്, സാക്ഷാൽ ദൈവം ആരാണ്. ഈ ദൈവത്തെങ്കിലേക്ക് നമ്മൾ മാനസാന്തരപ്പെടണം, തിരിയണം. അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന നാം ഈ സാക്ഷാൽ ദൈവത്തെങ്കിലേക്ക് തിരിയണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയണം. ഇതാണ് ബൈബിൾ ചർച്ച ആകുന്ന പലരും ബൈബിൾ ചർച്ച ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സംരംഭങ്ങൾ മുഴുവൻ. അപ്പോൾ ഇവിടെ 20-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ, യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രയീമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളയുകയിൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്ക് ഒരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിൻ്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ. ദൈവം, സൃഷ്ടാവായ ദൈവം സ്വന്തം
ആക്കാൻ തക്കവണ്ണം ഒരു രാഷ്ട്രത്തെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു ജാതിയെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഇസ്രായേൽ. അതിൻ്റെ 22-ാം വാക്യം, നിൻ്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. ഇത് വളരെ ശക്തമായ ഉപദേശങ്ങളാണ്. ഇന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ്. ദൈവഭക്തന്മാർ ഇല്ലാതായി തീർന്നിരിക്കുക. ഞാൻ വലിയ ഭക്തനാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സാക്ഷാൽ ദൈവഭക്തനാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള വാസ്തവമാണ്. സാക്ഷാൽ ദൈവത്തെ അറിയാനും നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യത അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും. അത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലും വാസ്തവമാണ്. അങ്ങനെ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സത്യദൈവം ആരാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൻ്റെ വിളി കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അങ്ങനെ ദൈവത്തിലേക്ക് നാം തിരിയേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ അത് 1 ദിനവൃത്താന്തങ്ങൾ 17-ാം അധ്യായം 22-ാം, നിൻ്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നീ ആ വാക്കുകൾ ശ്രദ്ധിച്ചാലും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ നീ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്തുവല്ലോ. ഇതൊരു എറ്റേണൽ സാധനമാണത്, എന്നേക്കുമുള്ള ഫോർ എവർ എന്നൊരാശയം അവിടെയുണ്ട്. അതിൻ്റെ 23-ാം വാക്യം, ആകയാൽ യഹോവേ ഇപ്പോൾ അടിയനെയും അടിയൻ്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്ക് സ്ഥിരമായിരിക്കട്ടെ. 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അവിടെ നമുക്ക് കാണാം. ദാവീദ് രാജാവും ദാവീദിൻ്റെ ഭവനവും ഇസ്രായേൽ ജനവും എന്നേക്കുമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അതൊരു ഉടമ്പടിയായിട്ട് ദൈവം ചെയ്യുകയാണ്. 23-ാം, ആകയാൽ യഹോവേ ഇപ്പോൾ അടിയൻ്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്ത് പോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു. ഇസ്രായേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിൻ്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹം നിൻ്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, ദാവീദ് ഗൃഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ചെയ്ത ഉടമ്പടിയുടെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിന് തൽഫലമായിട്ട് ദാവീദ് പറയുക, നിന്നെപ്പോലെ വേറെ ആരുണ്ട്? നിൻ്റെ വഴികൾ എത്രയോ അത്ഭുതകരമാണ്. നീ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, അവർ നിത്യമായ അവരുടെ ദൈവമായിരിക്കുകയാണ്. അതുകൊണ്ട് ദാവീദിൻ്റെ പ്രതികരണം നാം മനസ്സിലാക്കണം. ഹന്നയുടെ കാര്യം നാം വായിച്ചു. അത് വ്യക്തി ജീവിതത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മൂക വിഗ്രഹങ്ങളല്ല ദൈവം. സാക്ഷാൽ ദൈവം ജീവനുള്ള, പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ കാണിക്കുന്ന, അതുവഴി ദൈവത്തിന് മഹത്വം എടുക്കുന്ന ഒരു ദൈവമാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി ഒരു ലോകപ്രസിദ്ധമായ ഒരു പ്രസ്താവന വായിച്ച് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം. നമുക്കറിയാം, ദാനിയേൽ നെബൂഖദ്നസർ എന്ന ബാബിലോണിയൻ രാജാവ്, അദ്ദേഹം ഇസ്രായേലിനെ ആക്രമിച്ച് കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയി. അതിൽ പെട്ട 3 പേരാണ് ഈ ദാനിയേൽ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി ദാനിയേലാണ്. ഈ ദാനിയേൽ ബാബിലോണിയൻ കൊട്ടാരത്തിലെ അന്തേവാസിയും രാജാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനുമായിരുന്നു. അപ്പോൾ അതിൽ ആ സമയത്ത് അവനൊരു വിഗ്രഹമുണ്ടാക്കുന്നു. വളരെ ശക്തമായ ഒരു ബിംബമാണ്.
ആ ബിംബത്തെ ആരാധിക്കാൻ തക്കവണ്ണം എല്ലാവർക്കും കർശനമായ നിയമം ഉണ്ടാക്കിയാണ്. ആ സംഭവമാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രയ്ക്ക്, മേശയ്ക്ക്, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കായോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? അപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകല വിവിധ നാദങ്ങളും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നതിനാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുകയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതിന് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. അവരുടെ ഉത്തരം കേട്ടാലും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിലും അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതിൻ്റെ 18-ാം വാക്യം, അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, അവർ വിശ്വസിച്ച ദൈവത്തിന് വിടുവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. എന്നാൽ അത് ചെയ്യുന്നില്ല എങ്കിലും ദൈവത്തിന് സാധ്യമായ കാര്യമാണ്. ദൈവം തീരുമാനിക്കുകയാണ്, വേണ്ട, ഈ 3 പേരെയും അഗ്നിച്ചൂളയിൽ എരിച്ചു കളയണം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് സുപ്രസിദ്ധമായ ഒരു ചരിത്ര വസ്തുതയാണ്. ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ. അവിടെ പറയുകയാണ്, മരിക്കേണ്ടി വന്നാലും, തീച്ചൂളയിൽ വെന്ത് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. കാരണം അവൻ യഹൂദനാണ്, യഹൂദിൻ്റെ ദൈവം സാക്ഷാൽ ദൈവമാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ അതിൻ്റെ സാരം മനസ്സിലാക്കാൻ കഴിയും. ഹന്നയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതം ചെയ്തു. ശമൂവേലിനെ നൽകി, ശമൂവേലിനെ അവന് ദൈവത്തിന് നൽകി. അവൻ വലിയൊരു പ്രവാചകനായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ഗ്രഹവും ഇസ്രായേലും ഉടമ്പടിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും ആ അനുഗ്രഹം തുടരുകയാണ്. പിന്നെ ദാനിയേലിൻ്റെ കാര്യം നമ്മൾ വായിച്ചു. മരണത്തിൻ്റെ മുന്നിലും സാക്ഷാൽ ദൈവത്തിൽ ആശ്രയിക്കാനും അവനെ മാത്രം നമസ്കരിക്കാനും അവർ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സത്യനിത്യ ദൈവം ഒരുവൻ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമാക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വ്യക്തിപരവും കുടുംബപരവും രാഷ്ട്രവും അനുഗ്രഹിക്കപ്പെടാൻ സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിന്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സത്യദൈവത്തിലേക്ക് തിരിയുക അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിലേക്ക് തിരിയാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ശക്തിയും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.
താങ്ക് യു വെരി മച്ച്.